പാർട്ടിയുടെ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, ജനാധിപത്യ മതേതര വിശ്വാസികൾ, സഹോദരിമാർ, അനുജത്തിമാർ, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർ, ഏവർക്കും 1000 സ്നേഹോഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ആദ്യമായിക്കൊണ്ട് വർത്തമാന ഇന്ത്യയിൽ, സംഘപരിവാര ഇന്ത്യയിൽ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഭരണകൂട ഭീകരതയിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പരിഷ്കർത്താവാകുന്നതിന് വേണ്ടി നിലപാടുകളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ നക്ഷത്രാന്താകിത രക്തഹരിത പതാകയെ നെഞ്ചോട് ചേർത്ത് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ വളരെ അഭിമാനത്തോടുകൂടി ഒരു ജനാധിപത്യ ഇന്ത്യയുടെ പൗരന്മാരായി ജീവിച്ചു പോരുന്നവരാണ്. ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മളൊക്കെ അഹങ്കരിച്ചിരിക്കുന്നു, അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. വിശിഷ്യ മറ്റു രാജ്യക്കാരെ കാണുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കലുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിന് പറഞ്ഞു വെക്കാൻ ഒരുപാട് അമാനുഷികമായ സവിശേഷതകളുണ്ട് എന്നുള്ളതാണ്. മറ്റു രാജ്യക്കാർക്കില്ലാത്ത സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ഉൾക്കൊള്ളാൻ, പരസ്പരം സഹവർത്തിത്വത്തിൽ ഏർപ്പെടാൻ വിശാലമായ മനസ്കതയുള്ള ഒരു പറ്റം നല്ല മനുഷ്യരുടെ സംഗമ ഭൂമി, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്രയെത്ര മതങ്ങളാണുള്ളത്. ആ മതങ്ങൾക്കിടയിൽ എത്രയെത്ര ജാതികൾ നിലനിൽക്കുന്നു. ആ ജാതികൾക്കിടയിൽ 1,900-ഓളം ഉപജാതികൾ നിലനിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹവർത്തിത്വത്തിൽ ഏർപ്പെടാനും സന്തോഷിക്കുന്നവന്റെ കൂടെ സന്തോഷിക്കാനും സങ്കടപ്പെടുന്നവന് ഒരാശ്രയമാകാനുമുള്ള ഒരു മനസ്സ് ഈ രാജ്യത്തിലെ പൗരന്മാർക്കുണ്ട് എന്നുള്ളതാണ്. എനിക്കെന്റെ വിശ്വാസമാണ് വലുത്. എൻ്റെ വിശ്വാസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വാരിയെല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോഴും എൻ്റെ സഹോദര സമുദായക്കാരനോട് എനിക്ക് വെറുപ്പില്ല, അവനോട് എനിക്ക് സ്നേഹമാണ്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവന്റെ മതത്തോട് എനിക്ക് വിശ്വാസമില്ല, പക്ഷേ അവന്റെ മതത്തോട് എനിക്ക് വെറുപ്പില്ലെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ജനാധിപത്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം യഥേഷ്ടം അനുഭവിച്ചവരാണ് ഈ കൂടി നിൽക്കുന്ന മനുഷ്യര്. നമുക്കതിന്റെ പച്ചയായ അനുഭവങ്ങൾ ഓരോ ദിവസവും എടുത്തു പറയാനുണ്ട്. അതിന്റെ അനുഭവം ഈ അങ്ങാടിക്ക് പറയാനുണ്ട്. അതിന്റെ സൗഹൃദത്തിന്റെ അനുഭവങ്ങൾ ഈ കടൽ തിണ്ണകളുടെ തിട്ടകൾക്ക്, ഓരോ മതിലുകൾക്കും ഓരോ കൽക്കഷ്ടങ്ങൾക്കും അതിന്റെ സൗന്ദര്യത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഈ അങ്ങാടിയിലെ ഓരോ കടത്തിണ്ണകൾക്കും അതിന്റെ സൗഹൃദത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഈ നാട്ടിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് അതിന്റെ സൗഹൃദത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഈ നാട്ടിലെ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഷെഡുകൾക്ക് അതിന്റെ സൗഹൃദത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഈ നാട്ടിലെ അങ്കലവാടികൾക്ക്, അക്ഷരമുറ്റങ്ങൾക്ക് അതിന്റെ സൗഹൃദത്തിന്റെ കഥകൾ പറയാനുണ്ട്. ഈ നാട്ടിലെ ഓരോ ഉമ്മറ കോലായികൾക്കും ഇന്ത്യയുടെ സൗന്ദര്യത്തിന്റെ സൗരഭ്യത്തിന്റെ കഥകൾ പറയാനുണ്ട്. നമ്മളൊന്ന് കൂടുമ്പോ, നമ്മളൊന്ന് വട്ടളഞ്ഞിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ സൗന്ദര്യം നമ്മൾ അനുഭവിച്ചവരാണ്. ആരും ജാതി നോക്കിയില്ല, ആരും മതം നോക്കിയില്ല, ആരും വർഗമോ വർണ്ണമോ മാനദണ്ഡമാക്കിയില്ല. നാം ഒക്കെ ആദ്യക്ഷരം പഠിക്കാൻ അക്ഷരമുറ്റത്തേക്ക് കടന്നു പോയപ്പോ ആദ്യം കണ്ടവനെ, ആദ്യം പുഞ്ചിരിച്ചവനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നും നീ നിന്റെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകെട്ടിന്റെ സൗന്ദര്യത്തിന്റെ തീജ്വാലകൾ അണയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് ഈ നാടിലുള്ളത്. ആ സൗന്ദര്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ സൗരഭ്യം എന്ന് പറയുന്നത്. പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ, ഈ സൗന്ദര്യമുള്ള, ഈ സൗരഭ്യമുള്ള, അതിന്റെ ഏറ്റവും മൂന്നുപടിയായ ഭരണഘടനയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ ഇന്ന് ഭരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് മതം
മാനദണ്ഡമാക്കാൻ പറയുന്ന, മതത്തിന്റെ പേരിൽ മനുഷ്യരോട് ചിരിക്കാൻ പറയുന്ന, മതം മാനദണ്ഡമാക്കി നിലപാടുകളും നിയമങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, മതം നോക്കിക്കൊണ്ട് ഈ രാജ്യത്ത് മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന, മതം മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നെറികെട്ട ഭരണകൂടം ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സോഷ്യൽ ഡെമോക്രസി എന്ന സാമൂഹിക ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മളുടെ മേലുള്ളത്. ആ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ, ആ മതേതരത്വത്തെ വീണ്ടെടുക്കുവാനുള്ള വളരെ തീഷ്ണമായ ഉത്തരവാദിത്വം നമ്മളിൽ അർപ്പിതമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഈ രാജ്യത്തെ നമുക്ക് മോചിപ്പിക്കേണ്ടതുണ്ട്. ആരിൽ നിന്ന് മോചിപ്പിക്കണം? ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന, ഭരണഘടനയെ പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്ന, മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന കൽപ്പിക്കാത്ത, നാൽക്കാലിയുടെ പേര് പറഞ്ഞ് ഇരുകാലിയായ മനുഷ്യനെ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു നെറികെട്ട ഭരണകൂടത്തിന്റെ കിരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ മോചിപ്പിക്കുക എന്ന അക്ഷീണമുള്ള ജനാധിപത്യത്തെ മോചിപ്പിക്കുക എന്നുള്ള അർപ്പണ ബോധ്യമുള്ള ഒരു പ്രവർത്തന പദത്തിലാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ നമ്മളുള്ളത് എന്ന് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുകയാണ്. ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയാത്ത തരത്തിലാണ് വർത്തമാന രാജ്യം ഭരിക്കുന്ന ഭരണകൂടമുള്ളത്. ഇന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, അമിത്ഷായുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇതൊരു ജനാധിപത്യ ഭരണ സംവിധാനമാണെന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? നമ്മൾ അക്ഷരം പഠിക്കുമ്പോ, ജനാധിപത്യത്തെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ കരുതി വെച്ചത്, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. അഥവാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനമാണ് ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയെ നോക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ എന്ന് നമുക്കെങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഒരു ഫേക്ക് ഗവൺമെന്റ് എന്നതിലപ്പുറം എന്താണ് നമുക്ക് വിളിക്കാൻ കഴിയുക? വോട്ടട്ടിമറി നടത്തിക്കൊണ്ട്, ജനങ്ങളുടെ ആവിഷ്കാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടെടുപ്പിലൂടെ കടന്നു വന്ന ഗവൺമെന്റ് ആണെന്നാണോ വർത്തമാന ഇന്ത്യയുടെ കണക്കുകൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വർത്തമാന ഇന്ത്യയുടെ മീഡിയകള്, വർത്തമാന ഇന്ത്യയിലെ അന്വേഷണങ്ങള് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊരു ഫേക്ക് ഗവൺമെന്റ് ആണെന്ന്. വളരെ കൃത്യമായി കൊണ്ട് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വോട്ടിംഗ് സംവിധാനത്തെ കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്യുന്നു, പഠനം നടത്തുന്നു. ആ പഠനത്തിലൂടെ വിളിച്ചു പറയുകയാണ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തെ കീറിമുറിക്കാൻ, ഭരണഘടനയെ കീറിമുറിക്കാൻ, ഇന്ത്യൻ ഭരണഘടനയെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മനുവാദം സ്ഥാപിക്കാൻ, സംഘപരിവാര താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ 5 കോടി വോട്ടിന്റെ അട്ടിമറി നടത്തിയെന്ന് ഈ രാജ്യത്തോട് കൃത്യമായ കണക്കുകൾ വെച്ച് ഈ രാജ്യത്തെ സന്നദ്ധ സംഘടനകള് കൃത്യമായി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി വിളിച്ചു പറയുമ്പോ ഈ ജനാധിപത്യ ഇന്ത്യയിൽ അതിനെക്കുറിച്ച് കാര്യക്ഷമമായി ചർച്ച നടക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? 5 കോടിയുടെ വോട്ടിന് അട്ടിമറി എന്ന് പറയുമ്പോ ഏതാണ്ട് 79 ലോക്സഭാ മണ്ഡലങ്ങളെയാണ് കള്ള വോട്ടിലൂടെ ഈ രാജ്യത്തിലെ ഗവൺമെന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അഥവാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി 293 ലോക്സഭയുടെ അധികാര പിന്തുണയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ 293 കണക്കിൽ നിന്ന് 79 ലോക്സഭാ മണ്ഡലങ്ങളിലെ എംപിമാരിയിരിക്കുന്നത് കള്ള വോട്ടിന്റെ പിന്തുണയോടെയാണെന്ന് കണക്കുകൾ വിളിച്ചു പറയുകയാണ്. അങ്ങനെ കള്ള വോട്ടില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്ത് 214 വോട്ടിന്റെ പിന്തുണയോടുകൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട കേവലം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ബിജെപിയുടെ പിന്തുണയുള്ള NDA സർക്കാർ മാറുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കണക്കുകൾ വിളിച്ചു പറയുകയാണ്. 234 പിന്തുണയില് ഇന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ കസാരയിലിരിക്കുന്ന UPA ഗവൺമെന്റ് 313 ലോക്സഭാ മണ്ഡലങ്ങളിലെ എംപിമാരുടെ പിന്തുണയോടുകൂടി ഈ രാജ്യം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ഈ രാജ്യത്തിലെ സംഘപരിവാരം RSS ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഇലക്ഷൻ സംവിധാനങ്ങളെ സർവ്വതും മട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിന്റെ
അപ്പകഷ്ണങ്ങൾ പിടിക്കാൻ വർഗീയ ധ്രുവീകരണങ്ങളെ കൊണ്ട് സാധ്യമാകില്ലെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ ഇന്ത്യയിലെ സംഘപരിവാരം അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളിലേക്ക് കയറി ചെന്നത് നേരത്തെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ ഗ്രാമനഗരങ്ങളില് കലാപങ്ങൾ നടത്തിയിട്ട് രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളില് അഷ്ടദിക്കുകളില് കലാപകലുഷിത പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യന്റെ ജീവനുകളെ കൊണ്ട് ഹോളി കളിച്ചിട്ടാണ് രാജ്യത്തിന്റെ അധികാര കസാരയിലേക്ക് കയറിയിരുന്നത് എങ്കിൽ ഇനി അത്തരം ഒരു രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിൽ സാധ്യമല്ലെന്ന തിരിച്ചറിവിന്റെ പിന്തുണത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് RSS മുൻകൈയെടുത്ത് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ആ പുതിയ പദ്ധതിക്ക് അവർ വിലക്ക് കൊടുത്തു വാങ്ങിയത് ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെയാണ്. നിങ്ങൾക്ക് RSSന്റെ സംഘടനാ സംവിധാനത്തെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കതില് മഹിളാ മോർച്ച എന്ന് പറയുന്ന ഒരു മോർച്ചയെ കാണാം. സംഘപരിവാരം മഹിളകളെ സംഘടിപ്പിക്കാൻ അവർ സംഘടിപ്പിക്കുന്ന ഒരു മോർച്ചയുടെ പേര് മഹിളാ മോർച്ചയാണെങ്കിൽ യുവാക്കളെ സംഘടിപ്പിക്കാൻ അവർക്ക് യുവമോർച്ച എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. യുവാക്കളെ സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് യുവമോർച്ച. അവർക്ക് കിസാൻ മോർച്ചയുണ്ട്. ഈ നാട്ടിലെ കർഷകരെ, ഈ നാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അവർക്ക് കിസാൻ മോർച്ച. എന്നാൽ 2024 അവർ പുതിയൊരു മോർച്ചക്ക് രൂപകൽപ്പന ചെയ്തു. ഇലക്ഷൻ മോർച്ച എന്നാണ് പറയുന്നത്. ഇലക്ഷൻ മോർച്ചയുടെ ദേശീയ ഉത്തരവാദിത്തങ്ങള്, അതിന്റെ പ്രവർത്തന പദങ്ങള് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർ വില കൊടുത്തു വാങ്ങിയത് ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെയാണ്. ആ ഇലക്ഷൻ കമ്മീഷനെ വില കൊടുത്തു വാങ്ങിയിട്ട് വോട്ടിൽ ശതകോടികളുടെ അട്ടിമറി നടത്തിയെന്ന് കണക്കുകൾ പറയുന്നു. അതിന്റെ വസ്തുതകളുമായിട്ട് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനുമായി സമീപിക്കുമ്പോൾ RSSന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തെക്കാൾ നാണം കെടുത്തുന്ന ഉത്തരമാണ് ഞാനും നിങ്ങളും നികുതി പണം കൊടുക്കുന്ന, ആറക്ക സാലറി മേടിക്കുന്ന ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ജനാധിപത്യ ഇന്ത്യയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തില് ഒരു ഫേക്ക് ഗവൺമെന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്ന തരത്തില് ജനാധിപത്യ ഇന്ത്യയുടെ സർവ്വ സംവിധാനങ്ങളും ഭയപ്പെടുത്തിക്കൊണ്ട് വിലക്കൊടുത്തു വാങ്ങിക്കൊണ്ട് ഈ രാജ്യം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതിനെതിരെ നമ്മളാരും സംസാരിക്കുന്നത് കാണുന്നില്ല. ഇത് പറഞ്ഞു വെക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രമേൽ വലിയ അട്ടിമറി നടന്നിട്ട് ഭരിക്കാൻ അവസരമുള്ള ഒരു സാഹചര്യത്തെ വളരെ കൃത്യമായി അട്ടിമറിയിലൂടെ ഭരണം തട്ടിയെടുത്ത ഒരു ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കാൻ ആരാണ് മുന്നിലേക്ക് വരേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങുന്ന UPA സംവിധാനമാണല്ലോ. പക്ഷേ നമ്മൾ എന്ത് കണ്ടു? കേവലം ഒരു പത്രസമ്മേളനത്തിൽ ഒതുങ്ങുന്നത് നമ്മൾ കാണുകയാണ്. ഒരു യാത്രയിലൂടെ അതിനെ ഒതുങ്ങുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ത്യയുടെ മുഖ്യധാരകളില്, ഇന്ത്യയുടെ അഷ്ടദിക്കുകളില് ഈ രാജ്യത്തിലെ ഗവൺമെന്റിന് പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമര പോരാട്ടത്തിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികള് മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേശീയ സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഈ വേദിയിൽ നിങ്ങളോട് സംവദിച്ചത്. എന്താണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള് മുന്നോട്ടേക്ക് വരാത്തതിന്റെ തേജോവികാരം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ വരില്ല. കാരണം എന്തെന്നാൽ ഞങ്ങൾ ഈ പാർട്ടിക്ക് ബീജാവാദം നൽകുമ്പോ ഞങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചു കടന്നു വന്നിട്ടുണ്ട്. ഈ രാജ്യത്ത് പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യയെ നമുക്കിവിടെ കെട്ടിപ്പടുക്കാമെന്ന്. പട്ടിണിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കടന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ പട്ടിണിയെ കുറിച്ച് സംസാരിച്ച് കടന്നു വന്നപ്പോ ഞങ്ങളെ പരിഹസിച്ചവരുണ്ട്. ഇവിടെ നാട്ടിൻപുറത്തിൽ റെസ്റ്റോറന്റുകളുടെ ബോർഡ് എണ്ണിക്കൊണ്ട്, കുഴിമന്തികളുടെ ബോർഡ് എണ്ണിക്കൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, ആരാണിവിടെ പട്ടിണി കിടക്കുന്നത് എന്ന്. ആരാണിവിടെ പട്ടിണി കിടക്കുന്നത് എന്ന് ചോദിക്കുന്നവര് ഈ നാട്ടിൽ ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറഞ്ഞു വെക്കട്ടെ. രണ്ടു മനുഷ്യരെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് പറയട്ടെ. നിങ്ങൾ കട്ടപ്പാടിയിൽ മധു എന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? കാട്ടിൽ നിന്ന് അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപ്പട്ടിണിയിലേക്ക് ഒരു മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ തന്റെ വയറ് നിറക്കാൻ അട്ടപ്പാടിയിലെ കാട്ടിൽ നിന്ന് താഴോട്ടിറങ്ങി വന്ന് അന്നം കഴിക്കാൻ ഒരൽപ്പം ആശ്വാസത്തിന് വേണ്ടി അന്നം കഴിച്ചപ്പോ പ്രബുദ്ധരെന്ന അഹങ്കരിക്കുന്ന മലയാളികള് വട്ടം കൂടി അടിച്ചു കൊന്ന ഒരു മലയാളിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ മധു. പട്ടിണി കൊണ്ട് ഒരു മനുഷ്യൻ ആമാശയം നിറക്കാൻ കടന്നു വന്നപ്പോ അവനെ വട്ടളഞ്ഞ് അടിച്ചു കൊന്ന ഒരു മനുഷ്യനെ ഉയർത്തി കാണിച്ച് ഞാൻ പറയുന്നു, ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യര് പട്ടിണി കിടക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മലയാള പത്രത്തിൽ എഴുതി വച്ചത് പോഷകാഹാരക്കുറവ് മൂലം
ശ്രുതി എന്ന മലയാള പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ്. നിങ്ങൾ തെറ്റുധരിക്കല്ലേ. ദിവസവും പാല് കുടിക്കാത്തതിന്റെ പേരില്, കോഴിമുട്ട കഴിക്കാത്തതിന്റെ പേരില്, നന്ത്രപ്പഴം കഴിക്കാത്തതിന്റെ പേരിലാണ് ശ്രുതി മരണപ്പെട്ടത് എന്ന് നിങ്ങൾ തെറ്റുധരിക്കല്ല കേട്ടോ. പോഷകാഹാരമെന്ന് മീഡിയ സിൻഡിക്കേറ്റിന്റെ ആലങ്കാരിക പദപ്രയോഗം മാത്രമാണ്. അരപ്പട്ടിണിയല്ല, മുഴുപട്ടിണിയിൽ ഒരു മനുഷ്യൻ മാസങ്ങളോളം കഴിഞ്ഞു പോയപ്പോ ആമാശയം ചുരുങ്ങി മരിച്ച് പിടഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരാണ് മലയാളക്കരയിലെ ശ്രുതി. ആ ശ്രുതിയെ നോക്കി ഞങ്ങൾ വിളിച്ചു പറയുന്നു, പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യയെ നമുക്ക് കെട്ടിപ്പടുക്കണമെന്ന്. പ്രിയപ്പെട്ട മനുഷ്യരെ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്നതിന്, ഇതൊക്കെ ഈ രാജ്യത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഈ പട്ടിണിയുടെ ദൃസാക്ഷികളാണ്. ഇനി നിങ്ങൾക്ക് ജീവിക്കുന്ന പട്ടിണിയുടെ കോലങ്ങളെ നിങ്ങൾക്ക് കാണണോ? ഇന്നത്തെ രാത്രിയില് സുഖലോലുപരായിക്കൊണ്ട് അർദ്ധരാത്രിയിലെ തീന്മേശയില് സുഭിക്ഷ ഭക്ഷണം കഴിച്ച് അരമനകളില് ബെഡ്റൂമിൽ കയറിയിട്ട് കമ്പിളിപ്പുതപ്പിൽ നിങ്ങൾ കൂടി മുതച്ച് കിടന്നുറങ്ങുമ്പോ നിങ്ങളൊരു രാത്രി എണീക്കണം കേട്ടോ. ആ കിടപ്പറയിൽ നിന്ന് ഒന്നെണീക്കണം, നിങ്ങൾ പോകണം കേട്ടോ ഈ വടകരയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, നിങ്ങളുടെ അങ്ങാടിയിലെ വലിയ ടൗണിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ. നിങ്ങൾ പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാം കടത്തിണ്ണകളില് ലൈറ്റിന്റെ ഷട്ടർ അടക്കാൻ, ലൈറ്റ് ഓഫ് ആക്കാൻ ഓരോ കടത്തിണ്ണകളും ലക്ഷ്യമാക്കി കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യ കോലങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവന്റെ പട്ടിണിയെ കുറിച്ച്, അവരെ കുറിച്ച് രാഷ്ട്രീയം പറഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. മറ്റൊന്ന് ഞങ്ങൾ ഈ നാട്ടിൽ വിളിച്ചു പറഞ്ഞത്, ഭയമില്ലാത്ത ഒരു ഇന്ത്യയെ നമുക്കിവിടെ കെട്ടിപ്പടുക്കണമെന്നാണ്. അന്നും ഞങ്ങളോട് ചോദിച്ചു, ആരാണ് പേടിക്കുന്നത്, ആരെയാണ് പേടിക്കുന്നത് എന്ന്. അവിടെ ഞങ്ങൾ കൃത്യമായി പറയുകയാണ്, ആരാരെയാണ് പേടിക്കുന്നതെന്നറിയോ? ഇന്ന് ഈ അങ്ങാടിയില്, ഈ പള്ളിത്താഴിയിലെ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളിയല്ല, ഈ നാട്ടിൻപുറത്തെ ഏതെങ്കിലും ഒരു കർഷകനല്ല, ഈ നാട്ടിൻപുറത്തെ പ്രഭാത പ്രദോഷത്തെ കൂട്ടിമുട്ടിക്കാൻ പൊരിവെയിലത്ത് പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ മാത്രമല്ല, ഇവിടുത്തെ ഏതെങ്കിലും ഒരു റിക്ഷാ ഡ്രൈവർ മാത്രമല്ല ഈ രാജ്യത്ത് ഇന്ന് ഭയവിഹ്വലരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വോട്ടിന്റെ പിന്തുണയോട് കൂടിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയിരിക്കുന്ന MP-മാർ പോലും ഇന്ന് ഭയവിഹ്വലരാണ് എന്ന് ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ MP-മാർ പോലും ഭയപ്പാടിന്റെ കരിനീലിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു വെക്കുമ്പോ ഒരാലങ്കാരികമായി പറയുന്നതല്ല കേട്ടോ. എങ്ങനെയാണ് വർത്തമാന ഇന്ത്യയിലെ ഇന്നിന്റെ ലോക്സഭാ സമ്മേളനങ്ങള്, ഇന്നിന്റെ പാർലമെന്റ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? ഇന്ത്യയുടെ പാർലമെന്റില് ഒരു ഓർഡിനൻസ് ചർച്ച നടക്കുമ്പോ, ഒരു അമെൻഡ് ബില്ലിന്റെ ചർച്ച നടക്കുമ്പോ, ഇന്ത്യയുടെ പാർലമെന്റില് സംഘപരിവാരം അവന്റെ രാഷ്ട്രീയ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടി വലിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ MP-മാരുടെയും ഓഫീസിലേക്ക് ഈ രാജ്യത്തിലെ സംഘപരിവാര ഗവൺമെന്റിന്റെ PRO-മാർ പോകലുണ്ടത്രേ എന്നത് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ MP-മാരുടെ ഓഫീസിലേക്ക് വന്നിട്ട് സംഘപരിവാരത്തിന്റെ PRO-മാർ പറഞ്ഞു വെക്കുന്നത്, വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന ചർച്ച ഇന്നതൊക്കെയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അമെൻമെന്റ് ബില്ല് ഇന്നതാണ്, നടപ്പിലാക്കാൻ പോകുന്ന ഓർഡിനൻസ് ഇന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഗൈഡ് ലൈൻ തരികയാണ്, ഒരു മാർഗനിർദ്ദേശം തരികയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം. എന്താണ് മാർഗനിർദ്ദേശം? നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെ കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നു പ്രതിപക്ഷ MP-മാരോട്. ഒന്നാമത്തെ ഗൈഡ് ലൈൻ, ഒന്നാമത്തെ വഴി, ആ പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സേഫ് സോണായ മാർഗം പാർലമെന്റ് സമ്മേളനത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം, നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം, പക്ഷേ വോട്ടെടുപ്പ് വേളയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് കൊള്ളണം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം, നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം, നിങ്ങളുടെ വോട്ടെടുപ്പിലും നിങ്ങളുടെ വോട്ടെടുപ്പ് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം അടുത്തവര് തുടങ്ങുകയാണ്. കടന്നു വന്ന PRO തന്റെ ടാബ് ഓണാക്കുകയാണ്, ലാപ്ടോപ്പ് ഓണാക്കുകയാണ്.
പ്രതിപക്ഷ MP-യുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ വീഡിയോകള്, ചിത്രങ്ങളും ചരിത്രങ്ങളും കണക്കുകളും വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, മൂന്നാമത്തെ വഴിയിലൂടെയാണ് താങ്കൾ പോകുന്നതെങ്കിൽ, ഈ കണക്കുകൾക്ക് ഉത്തരം പറയാൻ, ഈ ചിത്രങ്ങൾക്ക് ഉത്തരം പറയാൻ, ഈ ചരിത്രങ്ങൾക്ക് ഉത്തരം പറയാൻ, ഈ ഫോട്ടോകൾക്ക് ഉത്തരം പറയാൻ തയ്യാറായി കൊള്ളുക എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ MP-മാരുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക് നട്ടപ്പാതിരാക്ക് വരുന്ന ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ PRO-മാർ വന്ന് പറയുന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ പറയുമ്പോ ഇതിനെയും നിങ്ങൾ തമാശയായി കാണണ്ട. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകളുടെ കല്യാണത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഇന്ത്യയുടെ പാർലമെന്റില് മുത്തലാഖ് ബില്ലിന്റെ ചർച്ച നടക്കുമ്പോ ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാരം നേരത്തെ കൂട്ടിയ പദ്ധതികൾ അത് നടപ്പിലാക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിന്റെ മന്ദിരത്തില് ഒരു കളിക്കളം തയ്യാറാക്കിയപ്പോ ആ കളിക്കളത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കാൻ ലക്ഷക്കണക്കിന് വോട്ടുകൾ നൽകി ഈ നാട്ടിലെ നിർധരരായ സാധാരണക്കാർ തെരഞ്ഞെടുത്ത MP-മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അങ്ങ് പാർലമെന്റ് സമ്മേളനത്തിലേക്ക് പോകാതിരിക്കാനുള്ള സാങ്കേതികത്വം പറഞ്ഞത് അങ്ങ് പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകളുടെ കല്യാണം റിസോർട്ട് കടവിൽ നടക്കുമ്പോ ആ റിസോർട്ട് കടവിലെ കല്യാണത്തിന് പങ്കെടുക്കലാണ് എനിക്ക് പ്രാധാന്യമെന്ന് പറഞ്ഞു വെക്കുമ്പോ, പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ തെറ്റുധരിക്കേണ്ട. കൂട്ടുകാരനോടുള്ള മുഹബത്ത് കൊണ്ടോ ബിരിയാണിയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല, നട്ടപ്പാതിരേക്ക് ഓഫീസിലേക്ക് വന്ന സംഘപരിവാര ഗവൺമെന്റിന്റെ PRO നൽകിയ സേഫ് സോൺ വഴി തെരഞ്ഞെടുത്ത MP ആയിരുന്നു ആ MP എന്ന് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ചു വെക്കണം കേട്ടോ. മുസ്ലിം ലീഗിന്റെ വഹാബ് എന്ന് പറയുന്ന MP വളരെ കൃത്യമായി ഇന്ത്യയുടെ പാർലമെന്റില് ഇസ്ലാമോഫോബിയയുടെ അജണ്ട നടപ്പിലാക്കാൻ സംഘപരിവാരം ഓർഡിനൻസിന്റെ വാളുകളുമായി കടന്നു വന്നപ്പോ വഹാബ് MP പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അതിന്റെ സാങ്കേതികത്വം പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ പോയപ്പോ ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ലത്രേ. ഫ്ലൈറ്റിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ഫ്ലൈറ്റ് ഒന്നല്ല 10 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു MP-ക്ക് ഫ്ലൈറ്റിന്റെ സാങ്കേതികത്വം പറയുന്നത് ആ സാങ്കേതികത്വമല്ല പ്രിയപ്പെട്ടവരെ. നട്ടപ്പാതിരാക്ക് ഓഫീസിലേക്ക് ഗൈഡ് ലൈനുമായി കടന്നു വന്നവര് ആദ്യം തന്ന സേഫ് സോൺ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവസാനം പറഞ്ഞു വെക്കട്ടെ, ഇതാ തകർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം, ഇതാ തകർന്നുകൊണ്ടിരിക്കുന്ന മതേതരത്വം, സംഘപരിവാരം കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ഇന്ത്യയെ ത്രിവർണ്ണ പതാകയോടെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ ഇതാ ഞാനും എന്റെ പ്രിയപ്പെട്ട പെങ്ങളും ഇതാ ഈ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലെ നിഷ്പക്ഷരും നിർദ്ധരരും സാധാരണക്കാരുമായ മനുഷ്യര് ഈ രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ കണ്ണുരുട്ടൽ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുന്നതിന് വേണ്ടിയിട്ട് മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത വോട്ടിന്റെ പിന്തുണയോട് കൂടിയിട്ട് അതേ ജനാധിപത്യത്തിന്റെ ജ്വാലയായിട്ട് മാറണമെന്ന് പറഞ്ഞയച്ചവര് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ അവർ പ്രവർത്തന പദത്തിന്റെ മുന്നണി പോരാളിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത്, നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്, ഇന്ത്യക്ക് കാണാൻ കഴിഞ്ഞത് ഈ രാജ്യത്തിന്റെ വഖഫ് ഭേദഗതി ബില്ലിന് ഈ രാജ്യത്തെ പള്ളികള്, മിഹ്റാബുകള്, മെമ്പറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിയമം ചുട്ടെടുക്കാൻ കടന്നു വന്നപ്പോ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോ പ്രിയപ്പെട്ട മനുഷ്യരെ, കേരളത്തിന്റെ ജനാധിപത്യത്തിന്, ഇന്ത്യൻ ജനാധിപത്യത്തിന് കേരളത്തിന്റെ മണ്ണില് ബഹുഭൂരിപക്ഷത്തോടെ നമ്മളൊക്കെ തെരഞ്ഞെടുത്തു എന്ന് ഈ കേരളത്തിന്റെ മണ്ണ് ഉറക്കെ വിളിച്ചു പറയുന്ന പ്രിയങ്ക ഗാന്ധി ആ ചർച്ചയുടെ ഒരു വേളയിലുമില്ല. ആ സീറ്റ് കാലിയായിരുന്നു കേട്ടോ. അതിന് ന്യായീകരണം പറഞ്ഞത് വിദേശ പര്യടനത്തിലായിരുന്നു എന്ന്. പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെന്റ് സമ്മേളനം എന്നാണ് നടക്കുന്നത് എന്ന് അറിയാഞ്ഞിട്ടില്ല. നടക്കാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ആദ്യം തന്റെ ഓഫീസിലേക്ക് കടന്നു വന്ന PRO തന്ന ആദ്യത്തെ സേഫ് സോൺ വഴി തിരഞ്ഞെടുത്തു. എല്ലാ
എല്ലാവരും അവനവന്റെ സുഖലോലുപതയുടെ രാഷ്ട്രീയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാര രാഷ്ട്രീയത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ ചിത്രങ്ങളും ചരിത്രങ്ങളും ഈ നാട്ടിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയവിഹ്വലരാണ്. അതിന് സിംബലുകളുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് ഈ രാജ്യത്തിലെ ഗവൺമെന്റ് പറയുകയാണ്, മിണ്ടിപ്പോകരുത് എന്ന്. അങ്ങനെ മിണ്ടിയാൽ നിങ്ങൾക്കറിയാം, പി ചിദംബരം എന്ന് പറയുന്ന മുൻ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പി ചിദംബരത്തെ ഇല്ലാതെയാക്കി ഈ രാജ്യത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിംബലുണ്ട് കേട്ടോ. ഈ രാജ്യത്തിന്റെ തലസ്ഥാന മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാള് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അരവിന്ദ് കെജ്രിവാളിനെ അങ്ങ് പൂട്ടിക്കെട്ടി ജയിലിന്റെ കയ്യാമങ്ങളിലേക്ക് ഉള്ളറയിലേക്കാക്കി തള്ളിയിട്ടു ഈ രാജ്യത്തിന്റെ ഭരണകൂടം. മിണ്ടിപ്പോകരുത്. ഈ ഗവൺമെന്റിനെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഒരു റെഡ് സിഗ്നലാണ്, ഒരു സൈറനാണ് ഈ വേട്ടയാടലുകളുടെ ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന സർവ്വ മനുഷ്യർക്കും സിംബലുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ആരിലാ പ്രതീക്ഷ അർപ്പിക്കുക? ഇതൊക്കെ വിളിച്ചു പറയാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട് എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? ആ മാധ്യമങ്ങൾക്കും സിംബലുണ്ട് കേട്ടോ. ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന നട്ടലോടുകൂടി തന്റെ മാധ്യമത്തിന്റെ ധർമ്മം ഉപയോഗപ്പെടുത്തിയ ഗൗരി ലങ്കേഷ്, ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകര് എഴുതി വെച്ചുകൊള്ളുക, നിങ്ങളെങ്ങാനും ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ നെറുകേടുകളെ ചോദ്യം ചെയ്ത് മുന്നോട്ടേക്ക് വന്നാൽ ഗൗരി ലങ്കേഷിന്റെ ചിത്രങ്ങളും ചരിത്രങ്ങളും ഇതാ നിങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ സെൻഡ് ചെയ്യുന്നു എന്ന് ഈ രാജ്യത്തിലെ സംഘപരിവാര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണിവിടെ ഇതിനെയൊക്കെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി വിധി പറയാൻ ഈ രാജ്യത്തിലെ ജുഡീഷ്യറിയോ? അവർക്കും സിംബലുണ്ട്, അവർക്കും സിംബലുണ്ട്. ജഡ്ജസ് ലോ എന്ന് പറയുന്ന ഒരു ജഡ്ജി ഇല്ലാതെയാക്കി ഈ രാജ്യത്തിലെ ഗവൺമെന്റ്. ഞങ്ങൾ പൂട്ടിക്കെട്ടിക്കളയും. നല്ല രീതിയിൽ ഞങ്ങളോട് ഓശാന പാടിയാൽ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുംഭസാരം നടത്തിയാൽ, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ ശിഷ്ടകാലം ഒരു ഗവർണർ പദവിയിലേക്ക്, ആലങ്കാരിക പദവിയിലേക്ക്, സ്വപ്നതുല്യമായ പദവികൾ ഞങ്ങൾ സമ്മാനിക്കാമെന്ന് ഒരു വശത്ത് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയവും മറുവശത്ത് മോഹന വാഗ്ദാനങ്ങളും നൽകി ഇന്ത്യൻ ജനാധിപത്യത്തെ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂലിക എഴുതാൻ ആരാണുള്ളത്? അവർക്കുമുണ്ട് ചിത്രങ്ങളും ചരിത്രങ്ങളും. തൂലികയിലൂടെ നിങ്ങൾ ഈ രാജ്യത്തിലെ ഗവൺമെന്റിനെ വെട്ടയാടുമോ? ഇതാ MM കൽബുർഗി എന്ന് പറയുന്ന ഒരു മനുഷ്യന് നിങ്ങളുടെ സെമിനാറുകളിലും സിംബോസിയത്തിലും പോയിട്ട് പൊതു ഇടങ്ങളിൽ പോയിട്ട് ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ നെറുകേടുകളെ നിങ്ങൾ ചോദ്യം ചെയ്യുമോ? നിങ്ങൾക്കിതാ ഗൗരി ലങ്കേഷും, നിങ്ങൾക്കിതാ MM കൽബുർഗിയും, നിങ്ങൾക്കിതാ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ ചിത്രങ്ങളും ചരിത്രങ്ങളും ഇട്ടു തരികയാണ്. ഈ രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹം ചരിത്രത്തിന്റെ ധർമ്മസമര പോരാട്ടത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നുവോ? നിങ്ങൾക്കുമുണ്ട് കേട്ടോ. രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു സിംബലുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൽത്തുറങ്കിൽ കിടക്കുന്ന, നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തിന്റെ ചരിത്ര പോരാട്ടങ്ങളുടെ പോരക്കളത്തില് സംഘപരിവാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമര പോരാട്ടത്തിനിറങ്ങിയ വിദ്യാർത്ഥി നേതാക്കന്മാർ, അവരേത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിക്കൊള്ളട്ടെ, അത് ഏത് NGOയുടെ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ കയ്യാമ വെച്ച് കൽത്തുറങ്കിലാക്കിയ ഉമർ ഖാലിദ് ഉണ്ട് ഇവിടെ, ഷർജീൽ ഇമാം ഉണ്ട് ഇവിടെ. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് റെഡ് സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. മിണ്ടിപ്പോകരുത് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ മുമ്പിൽ അണുമണി സമരസപ്പെടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുക മാത്രമല്ല, അങ്ങനെ സമരസപ്പെടാത്ത ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ജീവിതകാലത്തിന്റെ സുഖലോലഭതകളെല്ലാം മറന്നുകളഞ്ഞ മനുഷ്യര് ഇന്ന് കാരാഗ്രഹത്തിന്റെ കൽത്തുറങ്കിൽ കിടക്കുകയാണ്. ഈ രാജ്യത്തിലെ ഭരണകൂടം ശ്രമിക്കുന്നത്, ഈ രാജ്യത്തിലെ ഭരണകൂടം സ്വപ്നം കാണുന്നത് ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തിയിട്ട്, ഇത്തരത്തിലുള്ള ഭീഷണികൾ നടത്തിയിട്ട്, ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങ് വിലക്ക് വാങ്ങാമെന്നുള്ളതാണ്. ആ വിലക്ക് വാങ്ങലിന്റെ മറ്റൊരു മുഖമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടേക്ക് വരുന്നത് നമ്മൾ കാണുന്നില്ല. മാധ്യമങ്ങൾ കാര്യക്ഷമമായി അതിനെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ നമ്മൾ കാണുന്നില്ല. അവിടെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ ആവർത്തിക്കുന്നത്.
ഭയമില്ലാത്ത ഒരു ഇന്ത്യയെ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രമേൽ വലിയ അട്ടിമറിയിലൂടെ ഈ രാജ്യത്തിലെ ഭരണകൂടം നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാരിൽ ഏതെങ്കിലും ഒരു MP ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഈ ഫേക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച, മതേതരത്വത്തെ അട്ടിമറിച്ച ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ സമരസപ്പെടില്ല എന്ന് പറയാൻ നട്ടലുള്ള ഏതെങ്കിലും ഒരു MP-യെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഈ വിഷയത്തില് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മന്ദിരത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷ MP-മാർ കൈകോർത്ത് പിടിച്ച് ഒരു സമരം നടത്തുന്ന ചിത്രമോ ചരിത്രമോ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടില് ഗെയിൽ പൈപ്പ് ലൈൻ വരുമ്പോ ഈ നാട്ടിലെ ഗെയിൽ പൈപ്പ് ലൈനിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ MP-മാർ കൈകോർത്ത് സമരം നടത്തിയ ചിത്രം കണ്ടവരാണ് നമ്മള്. ആ ചിത്രം കണ്ട നമ്മള്, ആ ചിത്രത്തിലുള്ള ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇത്രമേൽ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഭയത്തിൽ നിന്ന് മോചിതമായ ഒരു ഇന്ത്യയെ നമുക്കിവിടെ തിരിച്ചു കൊണ്ടുവരണം. ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? കോൺഗ്രസ് ഭയവിഹ്വലതയുടെ രാഷ്ട്രീയത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇടതുപക്ഷമാണ്. കേരളത്തിന്റെ മണ്ണിൽ അവശേഷിച്ച് ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ, ഇന്ത്യയിലെ സവർണ താല്പര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു എന്ന് സെമിനാറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സിംബോസിയങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക. വോട്ടട്ടിമറി നടത്തിയ 5 കോടിയുടെ കണക്കുകൾ പരിശോധിച്ചപ്പോ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മാത്രമല്ല, സംഘപരിവാരത്തിന് വേരോട്ടമുള്ള മണ്ണിന് വിധേയപ്പെട്ട ഗുജറാത്തിന്റെ മണ്ണിൽ മാത്രമല്ല, കർണാടകയുടെയും അസമിന്റെയും മണ്ണിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ വോട്ടട്ടിമറി നടത്തിയിട്ടുള്ളത്. ഈ മലയാളക്കരയിലും സംഘപരിവാരം വോട്ടട്ടിമറി നടത്തിയിരിക്കുന്നു. അങ്ങനെ വോട്ടട്ടിമറി നടത്തിയിട്ടാണ് BJP-യുടെ MP-യെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞയച്ചത് എന്ന് കണക്കുകൾ വിളിച്ചു പറയുകയാണ്. തൃശൂരിലെ ജനങ്ങൾ വിളിച്ചു പറയുകയാണ്. എന്റെ വീട്ടുപേരില്, എന്റെ വീട്ടു നമ്പറില്, എന്റെ വീട്ടഡ്രസ്സില് ഇന്ന് പാർലമെന്റ് കസാരയിൽ BJP-യുടെ MP ആയിരിക്കുന്നവന്റെ ഡ്രൈവർ എന്റെ വീട്ടു നമ്പറിലെ ഫേക്ക് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടാണ് വോട്ട് നൽകിയിരിക്കുന്നത് എന്ന് തൃശൂരിലെ ഒരു അമ്മ വിളിച്ചു പറയുമ്പോ, തൃശൂരിലെ സഹോദരിമാർ വിളിച്ചു പറയുകയാണ്. RSSന്റെ BJP-യുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഞങ്ങളുടെ വീട്ടു നമ്പറുകൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിതാ വോട്ടട്ടിമറി നടത്തുന്നു എന്ന് മലയാളക്കരയിൽ മലയാളത്തിൽ വിളിച്ചു പറയുമ്പോ അതിനെതിരെ ഒരു അന്വേഷണം നടത്താൻ, അതിനെതിരെ കാര്യക്ഷമമായ ഒരു നടപടിയിലേക്ക് മുന്നോട്ടേക്ക് പോവാൻ ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ന് വരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല എന്ന് ഈ നാട്ടിലെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് സംഘപരിവാരത്തിനെതിരെ ഇടതുപക്ഷ ഗവൺമെന്റ് നിലപാട് പറയുക? നേരത്തെ സൂചിപ്പിച്ചല്ലോ, യോഗി ആദിത്യനാഥിനെ തൃപ്തിപ്പെടുത്താതെ സംഘപരിവാരത്തിന്റെ കോളാമ്പിയായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശ്വരന് ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയന് എങ്ങനെയാണ് ഈ സംഘപരിവാരത്തിന്റെ ദുഷ്ടലാക്കുകളെ തുറന്നു കാണിക്കാൻ, അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ, അതിനെതിരെ നടപടി സ്വീകരിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനത്തിന്റെ അവസ്ഥ എന്താ? യോഗി ആദിത്യനാഥിന്റെ പോലീസും പിണറായി പോലീസും തമ്മിലുള്ള ഒരു വലിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ പോലീസിന്റെ സംഘപരിവാര താൽപര്യ കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി അക്രമങ്ങളും യോഗിയുടെ ഉത്തർപ്രദേശിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പിണറായിയുടെ കേരള പോലീസിന്റെ കീഴിൽ നടക്കണമെന്ന് ഷാഢ്യം പിടിക്കുക മാത്രമല്ല, കേരള പോലീസിന് സർവാധികാരവും നടത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ, സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങളെ പ്രദർശിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ വിന്യസിപ്പിക്കുന്നിടത്ത് ജാഗ്രത പുലർത്തുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന് സംശയങ്ങൾക്ക് ഇടവരാത്ത രീതിയിൽ ഈ സദസ്സിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസമിലും യോഗിയുടെ ഉത്തർപ്രദേശിലും ഒരു കലാപം നടക്കുമ്പോ കലാപകാരികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ലാത്തിധാരികളാണെങ്കിൽ അതിവിദൂര ഭാവിയിൽ
കേരളത്തിന്റെ മണ്ണിലെ സംഘപരിവാരത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോ, ഒരു കലാപത്തിനൊരു നാട് കോപ്പുകൂട്ടുമ്പോ, ആ കോപ്പുകൂട്ടുന്ന നാട്ടില് സംഘപരിവാരത്തിന് കലുഷിത പ്രവർത്തനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് കേരളത്തിന്റെ കാക്കി ധരിച്ച കാക്കിധാരികളായ നിയമപാലകരായിരിക്കുമെന്ന് കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങള് നമ്മളോട് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിർഭയത്വത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാരവും സംഘപരിവാരത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമടക്കമുള്ള ഭരണകൂടങ്ങള് ഈ വിധേയപ്പെടലിന് തലോടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന ആശ്ലേഷ വാക്കുകളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചാർത്തിത്തരുന്ന പട്ടുകളിൽ അഭിരമിക്കുകയാണ്. ഈ നാട്ടിലെ പണ്ഡിതന്മാർ, ഈ നാട്ടിലെ നിലപാട് പറയേണ്ട നേതാക്കന്മാർ, ഈ രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ കറകളഞ്ഞ പട്ടുകൾ ആശ്ലേഷിക്കുന്ന, സംഘപരിവാരത്തിന്റെ നിറകെട്ട പ്രവർത്തനങ്ങളാൽ പുകരിതമായിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ആശ്ലേഷ വാക്കുകളിൽ അഭിരമിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് RSS എന്നറിയുമോ? എന്താണ് സംഘപരിവാരം എന്തെന്നറിയുമോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചില്ലേ, ഉത്തരേന്ത്യയുടെ മണ്ണില് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനുകളെ കൊണ്ട് ഹോളി കളിച്ചൊരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രമാണ് കേട്ടോ. ഈ രാജ്യത്ത് അസമിന്റെ തെരുവോരങ്ങളില് കലാപകലുഷിത പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രമാണ് കേട്ടോ. ജീവിക്കുന്ന നാട്ടില് ഞാൻ എന്തിന് ജീവിക്കണമെന്ന് അസമിന്റെ തെരുവോരത്തൊരു മനുഷ്യൻ കടന്നു വന്നപ്പോ ആ അവകാശങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരില് അവന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചിട്ട് അവസാനത്തെ പ്രാണവായുവിന് വേണ്ടിയിട്ട് അസമിന്റെ മണ്ണിൽ ഒരു മനുഷ്യൻ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോ അവന്റെ ഇടനെഞ്ചിലേക്ക് പൂട്ടിട്ട് ചവിട്ടി നൃത്തം ചവിട്ടിയ ഒരു വൃത്തികേടിന്റെ ചിത്രവും ചരിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആ വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രം തിങ്ങിപ്പാർക്കുന്ന മനസ്സുള്ള ഒരു വൃത്തികേടിന്റെ മനസ്സുള്ളവരുടെ ആലങ്കാരിക പദങ്ങളിൽ അഭിരമിക്കുന്ന പണ്ഡിതന്മാരോട്, രാഷ്ട്രീയ നേതാക്കന്മാരോട്, അവരുടെ പട്ടിലും അവരുടെ പുടവകളിലും അഭിരമിക്കുന്നവരോട് ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അസമിന്റെ മണ്ണില് ആസിഫ ബാനു എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കളെ പോലുള്ള ഒരു റോസാപ്പൂവിനെ പോലുള്ള ഒരു 16-കാരി, ആ 16-കാരിയെ അതിനിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തി അരിശം തീരാഞ്ഞിട്ട് അവളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഭാരമുള്ള കല്ലുകളെ കൊണ്ട് പ്രഹരമുള്ള അടികൾ കൊടുത്തിട്ട് ഒരു റോസാപ്പൂവിന്റെ ഇതളുകൾ പിറിച്ച് മാറ്റുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഒരു 6 വയസ്സുകാരിയായ ഒരു പൊന്നുമകളുടെ ജീവൻ കവർന്നെടുത്ത് അതിൽ അഭിരമിച്ച ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രം തിങ്ങിപ്പാർക്കുന്ന മനസ്സുകളിൽ നിന്ന് വരുന്ന ആശ്ലേഷ വാക്കുകളിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് അഭിരമിക്കാൻ കഴിയുക? നാൽക്കാലിയുടെ പേര് പറഞ്ഞ് ഇരുകാലിയായ മനുഷ്യനെ വട്ടം കൂടി അടിച്ചു കൊന്നരിശം തീരാഞ്ഞിട്ട് കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് വായുവിൽ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ആടുന്നത് കണ്ട് നൃത്തം ചവിട്ടി അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പുടവകളില് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സുഖം കണ്ടെത്താൻ കഴിയുന്നത്? ഈ രാജ്യത്തിലെ മുസ്ലിങ്ങള്, ഈ നാട്ടിലെ തൊഴിൽ കറുത്ത അമ്മയുടെ വയറ്റിൽ ജന്മം നൽകിയ ദളിതുകള്, ഈ രാജ്യത്തിലെ പച്ച മനുഷ്യര്, ഈ രാജ്യത്തിലെ 90% മനുഷ്യരും ഭയവിഹ്വലരായി കൈകൂപ്പി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് അവനവന്റെ പട്ടുമെത്തകൾക്ക് വേണ്ടി, അവനവന്റെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി, അവനവന്റെ കതറുകൾക്ക് വേണ്ടി, അവനവന്റെ AC കാറിന് വേണ്ടി, അവനവന് കിട്ടുന്ന പച്ചപ്പരവതാനികൾക്ക് വേണ്ടി മുതുകുകൾ കീഴ്പ്പെടുത്തി കൊടുക്കാൻ, തന്റെ ശിരസ് നമിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് ഈ രാജ്യത്തിന് കഴിയുക? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളോട് പറയുകയാണ്, ഈ രാജ്യത്തിലെ പ്രബുദ്ധ മനുഷ്യരോട്, എന്നെ ശ്രവിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായ മുഴുവൻ മനുഷ്യരോടും, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവാകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. സത്യം വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, നീതി വിളിച്ചു പറയാൻ, അക്രമം കാണിക്കുന്ന ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് താൻ ഒരു അക്രമകാരിയായ ഭരണകൂടമാണെന്ന് വിളിച്ചു പറയാൻ, പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൊടി നിങ്ങൾക്കൊരു തടസ്സമാണെങ്കിൽ അറബിക്കടലിത സത്യം വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, നീതി വിളിച്ചു പറയാൻ, മനുഷ്യത്വം വിളിച്ചു പറയാൻ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൊടി നിങ്ങൾക്കൊരു തടസ്സമാണെങ്കിൽ
ആ കൊടി ചുരുട്ടിക്കൂട്ടി അറബിക്കടലിലേക്ക് വലിച്ചെറിയൂ. പ്രിയപ്പെട്ട മനുഷ്യരെ, സത്യം വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, നീതി സ്ഥാപിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ നിങ്ങൾക്കൊരു തടസ്സമാണെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് രാജിവെക്കാൻ ഈ നാട്ടിലെ മനുഷ്യത്വമുള്ള മനുഷ്യരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾക്ക് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയുക? അഭിമാനത്തോടെ പറയട്ടെ, കണ്ണുരുട്ടൽ ഭീഷണിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് എവിടെയാണെന്നറിയോ? നേരത്തെ സൂചിപ്പിച്ചില്ലേ, തീഹാറിന്റെ ഇരുട്ടുമുറിയിലാണ് കേട്ടോ. വാർദ്ധക്യത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർബുദമെന്ന മഹാമാരി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ വെല്ലുവിളികളും ഒരു മനുഷ്യൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമാനത്തോടെ ഞങ്ങൾ വിളിക്കുന്ന ഈ അബൂബക്കർ എന്ന വർദ്ധമാന ഇന്ത്യയുടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന കാലഘട്ടത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ രാഷ്ട്രീയ നേതാവ്, ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ ഭരണകൂടം കണ്ണുരുട്ടി കയ്യാമ വെച്ച് തള്ളിയിട്ട് ഈ രാജ്യത്തിന്റെ ജയിലറയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ നിലവിലെ പ്രസിഡന്റ് എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ SDPIയുടെ നിലവിലെ ദേശീയ പ്രസിഡന്റ് എവിടെയാണെന്നറിയോ? പാലക്കാട്ട് MK ഫൈസി എവിടെയാണെന്നറിയോ? രാജ്യത്തിന്റെ ഭരണകൂട ഭീഷണിക്ക് ഇരയായിക്കൊണ്ട് കൽത്തുറങ്കിലാണ്. അടുത്ത കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റില് വഖഫ് ഭേദഗതി ബില്ല് നടക്കുമ്പോ അതിനെ വഖഫ് ഭേദഗതി ബില്ലുക്ക് ഇന്ത്യയുടെ പാർലമെന്റിലെ MP-മാർ ഓശാന പാടിയാൽ ഈ തെരുവ് ഓശാന പാടില്ല, ഈ തെരുവിനെ ഓശാന പാടാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശില്, മോഡിയുടെ ഗുജറാത്തില്, അസമില്, ഇന്ത്യയുടെ അഷ്ടദിക്കുകളില് സമര പോരാട്ടങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന പോർക്കളത്തിന്റെ പോരാളിയായിട്ട് മുന്നിൽ നിന്നതിന്റെ പേരില് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേശീയ പ്രസിഡന്റിനെയും കയ്യാമ വെച്ച് ജയിലറയിലേക്ക് തള്ളി മാറ്റിയിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം. ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ കണ്ടുകൊള്ളുക, നിങ്ങളുടെ പ്രഥമ ദേശീയ പ്രസിഡന്റിനെയും നേതാക്കന്മാരെയും കണ്ടുകൊള്ളുക. സിമ്പലാണെന്ന് ഞങ്ങളോട് പറയുന്ന ഭരണകൂടത്തോട് ഞങ്ങൾ തിരിച്ചു പറയുകയാണ്. ഞങ്ങളത് കാണുന്നുണ്ട്, അത് കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പറയട്ടെ. ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു വാളായി മിന്നിമറിയുമ്പോ അതിനെ നോക്കി ഞങ്ങൾ പറഞ്ഞു വെക്കട്ടെ. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഒരൽപ്പം ശൗര്യം കൂടുക എന്നല്ലാതെ, എടുക്കുന്ന നിലപാടുകൾക്ക് ഒരൽപ്പം കണിശത കൂടുക എന്നല്ലാതെ സംഘപരിവാര ഗവൺമെന്റിനോട് പറയുന്നു, സമരസപ്പെടില്ലടാ, ഒരടി പിറകോട്ട് പോകില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. ചരിത്രത്തിന്റെ പിന്തുണയിൽ രാഷ്ട്രീയ കുപ്പായമിട്ട് കടന്നു വന്നവരാണ്. അരമനകളിൽ അഭിരമിക്കുന്നവരുടെ ചരിത്രമല്ല. മലപ്പുറത്തിന്റെ മണ്ണിലൂടെ തന്റെ ഓരോ രോമങ്ങളും രോമകുമിളങ്ങളും പറിച്ചുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ, ഞങ്ങളുടെ മലപ്പുറത്തിന്റെ മണ്ണിലൂടെ ബ്രിട്ടീഷ് പോലീസ് കൊണ്ടുപോകുമ്പോ ഒരു ധീരപുരുഷന്റെ ചരിത്രം ഞങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ ധർമ്മപക്ഷം, അർജുനപക്ഷം സംസാരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ പോലീസ് വെടിവെക്കാൻ നിൽക്കുമ്പോ കണ്ണ് കെട്ടിയിട്ട് മുഖം തിരിച്ചു നിന്ന് വാരിയൻകുന്നന്റെ നെഞ്ചിലേക്ക് വെടിവെക്കാൻ ശ്രമിക്കുമ്പോ ചോദിച്ചു വെക്കുന്നുണ്ട്, മിസ്റ്റർ വാരിയൻകുന്നത്ത്, മറ്റെന്തെങ്കിലും ആഗ്രഹം താങ്കൾക്കുണ്ടോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, രണ്ട് കാര്യമാണ്. എന്നെ കാത്തിരിക്കുന്ന പേരമക്കൾക്ക് മധുരമിട്ടായി കൊടുക്കണമെന്നല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ സമ്പാദ്യത്തിന്റെ സ്രോതസ് വിളിച്ചു പറയാൻ അവസരം തരണമെന്നല്ല ഞങ്ങളുടെ ചരിത്രത്തിന്റെ ധീരപുരുഷൻ പറഞ്ഞു വെച്ചത്. എനിക്കെന്റെ സിട്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ ഒരൽപ്പം സമയം തന്നേക്കുക. മറ്റൊന്ന്, ഈ കണ്ണിൽ മൂടിയിരിക്കുന്ന കറുത്ത തുണിയുണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കളയുക. ധർമ്മത്തിന്, സത്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ നിന്റെ തോക്കിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ ഞാനൊന്ന് കണ്ടാസ്വദിക്കട്ടടാ എന്ന് ചരിത്രത്തിൽ ധീരമായ നിലപാടെടുത്ത വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം പഠിച്ചവനാണ് ഫേക്ക് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ കയറിയിരിക്കുന്ന നരേന്ദ്രമോദി. അമിത് ഷായുടെയും അജിത് ഡോവലിന്റെയും വട്ടമേശ സമ്മേളനത്തിൽ ഊരിത്തിരിഞ്ഞു വരുന്ന ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സുമായി കടന്നു വരുന്നത് ഞങ്ങളുടെ സഹോദരിമാരെ കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങളുടെ ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാര് ഇവിടെ അഭിമാനത്തോടെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നക്ഷത്രാനാഗിത രക്തഹരിത പതാക എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത് കേവലം ഒരു ഭൗതികതയുടെ ആവേശത്തിൽ നിന്ന് കടന്നു വന്നതല്ല കേട്ടോ. അവർ ചരിത്രം പഠിച്ചു കടന്നു വന്നവരാണ്. ആരുടെ ചരിത്രം എന്തെന്നറിയോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം വായിക്കുമ്പോ ആ ചരിത്രത്തിൽ ഒരു ധീര വനിതയുടെ പേരടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്ര ബുക്കില് ആലങ്കാരികമായി എഴുതി വെച്ച ബീഗം ഉമ്മ എന്ന് പറയുന്ന ബീവി ഉമ്മയുടെ കഥ പറയുന്നുണ്ട്.
2 മക്കളെ വളർത്തി വലുതാക്കി. ഞാൻ ചരിത്രത്തിലേക്ക് നീണ്ടുപോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഇവിടെ ചരിത്രം പറഞ്ഞ് പാടി രസിപ്പിക്കാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബീഗം ഉമ്മയുടെ ചരിത്രം പഠിച്ചു കടന്നു വന്നവരാണ്. മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും ഈ നാടിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ സത്യം സ്ഥാപിക്കാൻ, അർജുനപക്ഷം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കി വളർത്തി വലുതാക്കി അവസാനം ബ്രിട്ടീഷ് പോലീസ് കൽത്തുറങ്കിൽ ആന്തമാനിലെ സെല്ലുലാർ ജയിലിൽ അടക്കുന്നുണ്ട്. വാർദ്ധക്യത്തോട് മല്ലടിച്ചിരിക്കുന്ന ഉമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഒരു രാത്രിയിൽ ജയിലറയിൽ നിന്ന് അവരിങ്ങനെ ആഗ്രഹിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, വാർദ്ധക്യത്തോട് മല്ലടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളുടെ സാന്നിധ്യമെങ്ങാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കോ? ഇല്ലെൻ്റെ പേപ്പറിൽ കത്തെഴുതുകയാണ്. പ്രിയപ്പെട്ട ഉമ്മക്ക് കത്തെഴുതുകയാണ്. അല്ലയോ ഉമ്മ, അങ്ങ് വാർദ്ധക്യത്തോട് മല്ലടിച്ചിരിക്കുകയാണല്ലോ. ഏതൊരു ഉമ്മയും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മകന്റെ, മകളുടെ ഒരു സ്നേഹത്തിന്റെ തലോടൽ കിട്ടാനാണ്. വാർദ്ധക്യത്തിന്റെ അവസാനത്തെ ക്ഷയിലേക്ക് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മ, ഈ മക്കളുടെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഈ മക്കളെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കൺസെഷൻ ഉണ്ട്. സംഘപരിവാരത്തിന്റെ നേതാവിന് കൊടുത്ത ഒരു കൺസെഷൻ ഇതാ ഞങ്ങളുടെ മുമ്പിലേക്കും വെച്ച് തന്നിരിക്കുകയാണ്. ഉമ്മ ഭൗതിക ലോകത്തേക്ക് വരാൻ വേണ്ടിയിട്ടില്ല, ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഇല്ലെന്റെ പേപ്പറിൽ ഞങ്ങൾ എഴുതി വെക്കുകയാണ്. ഉമ്മക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളിൽ 2 ഒരാൾ ആ കൺസെഷനിൽ ഞങ്ങൾ വരാം. ഉമ്മയുടെ വാർദ്ധക്യത്തിൽ ഉമ്മയുടെ കൂടെ നിൽക്കാൻ. അതിന് ഇല്ലെന്റെ പേപ്പറിന്റെ മറുവശത്ത് അതിന് മറുപടി അയക്കുന്ന ഒരു ബീഗം ഉമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ ഉമ്മമാർ മനസ്സിൽ കോറി വെക്കേണ്ട ഒരു ചിത്രമാണ്, ഒരു ചരിത്രമാണ്, ഒരു വാക്കാണ് ബീഗം ഉമ്മ. ആന്തമാനിലെ സെല്ലുലാർ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മക്കൾ എഴുതുന്നത്, അല്ലയോ മകനെ, അധർമ്മകാരികളായ, അക്രമകാരികളായ വേട്ടപ്പട്ടി വെച്ചു തരുന്ന ഈ ഔദാര്യമങ്ങാനം സ്വീകരിച്ചുകൊണ്ട് നീ എന്റെ സേവനത്തിന്റെ വാക്കും പറഞ്ഞ് കടന്നു വന്നാൽ പാരത്രിക ലോകമെന്നൊരു ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അനശ്വര ലോകം. ആ ലോകത്തേക്ക് കടന്നു ചെന്നാൽ നിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് തന്ന അമ്മിഞ്ഞ പാലിന് പകരം ചോദിക്കുമെന്ന് ഒരു ഉമ്മയുടെ ധീരതയുടെ നിലപാട് വിളിച്ചു പറഞ്ഞ ബീഗം ഉമ്മയുടെ ചരിത്രം പഠിച്ചു കടന്നു വന്നവരാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്. ആ ഉമ്മമാർ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിലൂടെ അങ്ങില്ലാതെയാക്കാമെന്ന് ഈ നാട്ടിലെ ഒരു ഭരണകൂടവും സ്വപ്നം കാണണ്ട. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട്, ഈ നാട്ടിലെ മതേതര വിശ്വാസികളോട് ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ, ഇന്ത്യയിലെ ഭരണകൂട നെറികേടുകൾക്കെതിരെ നിലപാടുകൾ കൊണ്ട് മരിക്കേണ്ടി വന്നാലും സമരസപ്പെടില്ല എന്ന് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെ മരിക്കേണ്ടി വന്നാലും സമരസപ്പെടാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ആശ്രയ കേന്ദ്രം ഇതാ പള്ളിത്താഴയിലെ ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ, നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളെടുത്ത പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ പേര് പറഞ്ഞിട്ട് ഒരാളും ഈ ഓഫീസിൽ നിന്ന് കണ്ണീരും കൊണ്ട് തിരിച്ചു പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട അനീതിയുടെ ഒരു തമ്പ്രാനും ഇവിടെ ഇരുന്ന് വിധിക്കില്ല എന്ന് ഈ താടപ്പാടിൽ, അങ്ങാടിയിലെ പ്രിയപ്പെട്ട മുഴുവൻ മനുഷ്യരോടും ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഇന്ത്യയിൽ ആരിലാണ് നമ്മൾക്കിനി പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഇത് പറയുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഒരു ചേതോവികാരമാണ്. എനിക്കെന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എനിക്കെന്റെ കുടുംബത്തിന്റെ വേദനകൾ താങ്ങാവുന്നതിലപ്പുറമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ ചതിച്ചാൽ, എന്നെ ശ്രവിക്കുന്ന മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം. 2025 സംഘപരിവാര സ്വപ്നം കാണുന്ന ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം. ഈ മോഡിയുടെ ഇന്ത്യയില്, ഈ അമിത് ഷായുടെ ഇന്ത്യയില്, ഈ അജിത് ഡോവലിന്റെ ഇന്ത്യയില്, ഈ യോഗി ആദിത്യനാഥിന്റെ ഇന്ത്യയില് ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? സത്യസന്ധമായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്കൊരു ഉത്തരം തരും. ആ ഉത്തരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം പ്രിയപ്പെട്ടവരെ. ആ മനസ്സാക്ഷിയോടെ കൂടെ നിങ്ങളുടെ ശരീരത്തെ നിർത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സാക്ഷി ഒരു കാര്യം
കാര്യം പറയുമ്പോ ആ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കാൻ നിങ്ങളുടെ ശരീരം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ പ്രമാണിത്വമാണെങ്കിൽ, നാട്ടിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ സ്വീകാര്യതയാണെങ്കിൽ, നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കുടുംബ മഹിമയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞു വച്ചില്ലേ, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വേദന ഉളവാക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിങ്ങളെ ചതിക്കുമ്പോഴാണ്. ആ വാക്ക് കടമെടുത്തു പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയല്ലേ? നിങ്ങളുടെ മനസ്സാക്ഷി ഈ കാലഘട്ടത്തിൽ ഒരു സത്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരു ധർമ്മത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അനീതിക്കെതിരെ സംസാരിക്കുന്ന, അധർമ്മത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ ഒരു ഐക്യം നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് വിപരീതമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക? സത്യസന്ധമായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ഉത്തരത്തിന്റെ കൂടെ നിൽക്കാൻ ഈ നാട്ടിൻ പുറത്തെ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യയുടെ ഭരണഘടനയെ ബാബാ സാഹിബ് അംബേദ്കർ സ്വപ്നം കണ്ട, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട, നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട, ജയിലറയിൽ കഴിയുന്ന ഈ അബൂബക്കർ അടക്കമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ സ്വപ്നം കണ്ട ഒരു സോഷ്യൽ ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും അഭിമാനത്തോടുകൂടി അവനവന്റെ നാട്ടിൽ അവനവന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് അവനവന്റെ ആവിഷ്കാരം വിളിച്ചു പറഞ്ഞുകൊണ്ട് അഭിമാനികളായി നടക്കാൻ ഈ നാട്ടിൽ കടന്നു വരുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരമക്കൾക്ക്, വരും കാല തലമുറകൾക്ക് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, ഡ്രസ് കോഡിന്റെ പേര് പറഞ്ഞ്, ചിഹ്നത്തിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും നാട്ടിൻപുറത്തെ ചരട് കെട്ടിയ സംഘപരിവാരം കടന്നു വരുമ്പോ ഈ നാട് ഒരുമിച്ച് ചെറുത്ത് തോൽപ്പിക്കുന്ന ജനാധിപത്യ മണ്ണാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രസിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഇന്ത്യ, ജയ് സോഷ്യൽ ഡെമോക്രസി.